രണ്ട് താരങ്ങൾ നിരസിച്ചു, ഒരാൾ സമ്മതിച്ചെങ്കിലും നടന്നില്ല. അവസാനം വിജയിയിൽ എത്തി. ദളപതി 69 പിന്നിലെ കഥ. KVN പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. വിജയിയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രമെന്ന് കരുതപ്പെടുന്ന ദളപതി 69 ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാനും ദിവസം മുൻപാണ്. ദി ഗോട്ടിന് ശേഷം വിജയ് നായകനാവുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് എച്ച് വിനോദ് ആണ്. KVN പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് കരുതപ്പെടുന്ന ചിത്രത്തിന്റെ ഒരു പിന്നാമ്പുറക്കഥ ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ്. കമൽ ഹാസനെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമാണ് ഇപ്പോൾ ദളപതി 69 ആയി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കമൽ ഹാസന്റെ കരിയറിലെ 233ാമത്തെ ചിത്രമായി ഒരുങ്ങേണ്ടിയിരുന്ന ചിത്രമാണ് പുതിയ വിജയ് ചിത്രമായി മാറിയതെന്നാണ് റിപ്പോർട്ടുകൾ. വെളിപ്പെടുത്തപ്പെടാത്ത കാരണങ്ങളാൽ കമൽ ഹാസൻ ചിത്രം ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. എന്നാൽ കമലിനേക്കാള് മുൻപേ മറ്റു ചില താരങ്ങളെയും എച്ച് വിനോദ് ഇതേ കഥയുമായി സമീപിച്ചിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മൂവി ക്രോയുടെ റിപ്പോർട്ട് പ്രകാരം 2017 പ്രസ്തുത കഥയുമായി എച്ച് വിനോദ് ആദ്യം സമീപിക്കുന്നത് വിജയെ തന്നെയാണ്. മെർസൽ ചിത്രീകരണം നടക്കുന്നതിനെയായിരുന്നു ഇത്. എന്നാൽ ആ സമയത്ത് അത് മുന്നോട്ടു പോയില്ല. ശേഷം അജിത്തിനെയും വിജയ് സേതുപതിയെയും അതേ കഥയുമായി വിനോദ് സമീപിച്ചുവെന്ന് മൂവി ക്രോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. പിന്നീടാണ് കമൽ ഹാസനെ സമീപിക്കുന്നതും ചിത്രം ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും. എന്നാൽ ആ പ്രോജക്റ്റും മുന്നോട്ട് നീങ്ങിയില്ല. ഏറ്റവും ഒടുവിൽ വിജയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ചിത്രമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കന്നഡത്തിലെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിന്റെ കോളിവുഡ് അരങ്ങേറ്റമാണ് ദളപതി 69.